ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എനിക്കിവിടെ സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. രാവിലെ തന്നെ ചായ കുടി കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് മീൻ വാങ്ങിയിട്ടുണ്ട്. മീൻ വാങ്ങിയാൽ തന്നെ ഇവിടെയുള്ള പിള്ളേർക്ക് സമാധാനം ഉണ്ടാവില്ലല്ലോ. മീനിൻ്റെ മണം കേട്ടിട്ട് എന്നോട് ഇങ്ങനെ കാലിൽ ഇങ്ങനെ ചുറ്റി വരികയാണ്. അപ്പോൾ ഞാൻ മീൻ കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് അതിൻ്റെ തലയും എല്ലാം ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ മീൻ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അയല മീനാണ്. കുറച്ചധികം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതായത് ഫ്രൈയും കറി വയ്ക്കാനും എല്ലാം ചേർത്തിട്ട് വാങ്ങിയതാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഉച്ചയ്ക്കും രാത്രിയും എല്ലാം അതുതന്നെ ആയിരിക്കുമല്ലോ. ചിലപ്പോൾ ബാലൻസ് ഉണ്ടെങ്കിൽ ഞാൻ എടുത്ത് വെച്ചിട്ട് നാളേക്കും കൂടെ ചേർത്ത് വയ്ക്കും. അപ്പോൾ അതേ കത്രിക കൊണ്ട് എത്ര പെട്ടെന്ന് ആ മീൻ കഴുകി എടുക്കാൻ പറ്റുമെന്ന് നോക്കിയാലോ. അപ്പോൾ ഞാനിനി ക്ലീൻ ചെയ്യുന്ന വീഡിയോ ആയിട്ട് വേറെ ചെയ്തു തരാം കേട്ടോ. പെട്ടെന്ന് തന്നെ കത്രിക കൊണ്ട്, ഇപ്പോഴും കത്രിക കൊണ്ട് കട്ട് ചെയ്യാൻ അറിയാത്തവരുണ്ട്. അപ്പോൾ അവർക്ക് അറിയുന്നവർക്കല്ല കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ കത്രിക കൊണ്ട് കിട്ടും. കത്തിനേക്കാളും എളുപ്പം തന്നെയാണ് കത്രിക കൊണ്ട്. ഫസ്റ്റൊന്നും നമുക്കറിയില്ല. പുതിയ വീട്ടിൽ വന്നതിന് ശേഷമാണ് കത്രിക വാങ്ങിയതും കത്രിക കൊണ്ട്. അതിന് മുന്നൊന്നും മീൻ കഴുകേണ്ട ആവശ്യം വന്നിട്ടും ഇല്ല കേട്ടോ. നമ്മൾ ഒറ്റയ്ക്ക് മീൻ കഴുകാൻ തുടങ്ങിയപ്പോഴാണ് ഇങ്ങനെയുള്ള എളുപ്പവിദ്യകൾ, കത്രിക അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ തുടങ്ങിയത്. അപ്പം മീൻ കഴുകി കഴിഞ്ഞ് കൈയോടെ തന്നെ ഫ്രൈക്കുള്ളത് മസാല തിരുമ്പി വെച്ചു. പിന്നെ കറിക്കുള്ളത് കട്ട് ചെയ്തിട്ട് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് പോയി കുളിച്ചിട്ട് വരാം. മീൻ കഴുകി കഴിഞ്ഞാൽ തന്നെ ഫുള്ള് മേല് മുഴുവൻ സ്മെല്ലാണല്ലോ. അപ്പോൾ രാവിലെ എണീറ്റു ചായ കൂടി മാത്രമേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ മീൻ കഴുകി കഴിഞ്ഞിട്ടാണ് ബാക്കി അടുത്ത പണികൾ. ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുണ്ട്, ഒരുപാട് പണികളുണ്ട്. അപ്പോൾ കടലക്കറിയാണ് രാവിലേക്ക്. രാവിലെ തന്നെ ഞാൻ കുക്കറിൽ കടല വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് തേങ്ങയൊന്നും അരയ്ക്കാതെ നല്ല ടേസ്റ്റി ആയിട്ട് കുറച്ച് കടലയൊക്കെ എടുത്ത് പേസ്റ്റ് ചെയ്തിട്ടൊക്കെ വെച്ചതാണ്. നല്ല ടേസ്റ്റുള്ള കടലക്കറിയാണ് കേട്ടോ. എന്നിട്ട് പുട്ടുണ്ടാക്കണം. പുട്ട് പിന്നെ അറിയാമല്ലോ, എൻ്റെ ഏറ്റവും സോഫ്റ്റ് പുട്ട്, നല്ല ടേസ്റ്റുള്ള പുട്ട് തന്നെയാണ്. അപ്പോൾ പുട്ടുണ്ടാക്കണം. പുട്ടിൻ്റെ പാത്രം എടുത്ത് ഒന്ന് കഴുകിയതാണ്. കുറേ ദിവസമായില്ലേ എടുക്കാതെ. എപ്പോഴെങ്കിലല്ലേ നമ്മൾ ഓരോ ദിവസവും ഓരോ ബ്രേക്ക്ഫാസ്റ്റ് ആയതുകൊണ്ട് ഇന്ന് പുട്ടുണ്ടാക്കിയിട്ട് കുറേ ദിവസമായി. അപ്പോൾ ആ പാത്രം ഒന്ന് കഴുകിയെടുത്തിട്ട് ദേ പുട്ടുണ്ടാക്കാൻ പോവാണ്. അങ്ങനെ പുട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. പിന്നെ ഒരു ചെറിയ കഥയായിട്ടല്ല എങ്കിലും പറയുക. അതായത് 8K സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എനിക്ക്. ഈ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരും ഒന്നും വീഡിയോ കാണുന്നില്ല, നോട്ടിഫിക്കേഷൻ പോവാതെയോ എന്തോ എനിക്കറിയില്ല. ഷോർട്സ് വീഡിയോസൊക്കെ നേരത്തെ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലാണ് കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ 8000 പേരിൽ 8 പേര് പോലും വീഡിയോ നേരെ ഫുള്ളായിട്ട് കാണുന്നില്ല. നമ്മളെ അറിയണവരൊക്കെ ഫുൾ ഡിസ്ലൈക്ക് ചെയ്യണവരിനെ എനിക്കറിയാം, ലൈക്ക് ചെയ്യണവർ എനിക്കറിയാമല്ലോ. ആകെ ഇപ്പോൾ കുറച്ചായിട്ട് ഇങ്ങനെ 500ഉം 1000ഉം ഒക്കെ ആയിട്ട് വീഡിയോ കയറിപ്പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ കയറിപ്പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കൂടെ തന്നെ അപ്പം തന്നെ ഡിസ്ലൈക്ക് വരുമ്പോൾ അത് കയറാതെ ആവുകയാണ്. നമുക്കറിയാം, ഞാൻ പറയാം, നമ്മളെ അറിയാത്ത പേര് ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെ ഫുൾ സപ്പോർട്ടുണ്ട്. ലൈക്കായിട്ടും ഫുള്ള് വീഡിയോ കണ്ടിട്ടും നല്ലോണം സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. പക്ഷേ നമുക്ക് അറിയുന്നവരും അറിയാമല്ലോ, ഞാൻ പറഞ്ഞില്ലേ, നമുക്കറിയാം ആൾക്കാരെയൊക്കെ. അവർ നമ്മൾ മനഃപൂർവ്വമായിട്ട് അതായത് കയറണ്ട, വീഡിയോ നമ്മൾ രക്ഷപ്പെടണ്ട എന്നുള്ളൊരു ആ ഒരു ചിന്തയിലാണല്ലോ. അപ്പോൾ എന്നെ അല്ലാതെ ലൈക്ക് ചെയ്തും വീഡിയോ കണ്ടും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരെയും അല്ല കേട്ടോ. ഈ നമ്മളെ മനഃപൂർവ്വം ഡിസ്ലൈക്ക് ചെയ്ത് വീഡിയോ കയറണ്ട എന്ന് വിചാരിക്കുന്നവരെയാണ് കേട്ടോ. ഇതൊരു കഥയല്ല, എൻ്റെ ഒരു സങ്കടമായിട്ടുള്ളൊരു കാര്യം പറഞ്ഞു എന്ന് മാത്രം. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ടാണ് തുണികൾ കഴുകിയിടാനുള്ളതൊക്കെ വേഗം കഴുകിയിട്ടുണ്ട്. അപ്പോൾ മുടിയുടെ കാര്യം, ഇങ്ങനെ മുടി കെട്ടി വയ്ക്കുമ്പോഴേ എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്, മുടി വിഗ് വെച്ചിട്ടൊക്കെ മുടി കെട്ടി വെച്ചതാണോന്ന്. മുടി അങ്ങനെയൊന്നുമല്ല, ഇതിലും വലിയതായിരുന്നു. ഇങ്ങനെ മുടി കെട്ടി വയ്ക്കുമ്പോൾ എന്തോ ഒരു കളിയുടെ പറയും, ഭരതനാട്യമോ അങ്ങനെയല്ല, അതിങ്ങനെ റോള് വെച്ചിട്ടാണ്. പക്ഷെ അല്ലാതെ എന്നെ ഇവരിങ്ങനെ കളിയാക്കാറുണ്ട് പിള്ളേരൊക്കെ. ഞാനിങ്ങനെ പണ്ടൊക്കെ ഇതിലും കുറച്ചും കൂടെ കൂടുതലായിരുന്നല്ലോ മുടി. ഇപ്പോൾ കൊഴിഞ്ഞിട്ട് അധികം ഇല്ല. അപ്പോൾ ഇങ്ങനെ കെട്ടി വയ്ക്കുമ്പോൾ എന്നെ കളിയാക്കാറുണ്ട്. അങ്ങനെ തുണികൾ വെയിലായി, സമയം കുറച്ചായല്ലോ, വെയിലായിട്ടുണ്ട്. അങ്ങനെ ഇത്രയും നേരം നിന്നതിൻ്റെ ക്ഷീണം കൊണ്ട് വേഗം വന്നിട്ട് ഇരുന്നിട്ടാണ് ചെറിയുള്ളി, മീൻ കറിക്ക് ചെറിയുള്ളി എടുക്കാമെന്ന് പറഞ്ഞിട്ട് ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൂടെ കട്ട് ചെയ്ത് വെക്കണം. പിന്നെ എനിക്ക് ഇഞ്ചി ഇട്ടിട്ട്
മീൻകറി ഞാൻ ഒരിക്കൽ ട്രൈ ചെയ്തിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുപോലെ മാങ്ങയിട്ട മീൻകറി എല്ലാവരും പറയും മാങ്ങയിട്ട മീൻകറി നല്ല ടേസ്റ്റാണെന്നൊക്കെ പറഞ്ഞു. അതും മാങ്ങയൊന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നേ ഇല്ല. പക്ഷെ മാങ്ങ പരിപ്പിട്ട് വേറെ കറി വെച്ചപ്പോൾ അത് കുഴപ്പമില്ല. പക്ഷെ അല്ലാതെ മാങ്ങയിട്ട് മീൻകറി വയ്ക്കാനൊന്നും യാതൊരു ഇഷ്ടവും വരുന്നില്ല. കുടംപുളി ഇട്ടിട്ടാണെങ്കിലും കുടംപുളിയുടെ മണം എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. നമുക്ക് ഈ വാളംപുളി നമ്മുടെ പാലക്കാടുകാരുടെ സ്വന്തം വാളംപുളി ഇട്ടിട്ടുള്ള മീൻകറി, അതിലിങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ഇടാതെ, വെളുത്തുള്ളി ഒരു അല്ലിയോ ഇല്ലെങ്കിൽ 2 അല്ലിയോ, അതിൽ കൂടുതൽ ഞാൻ ഇടാറില്ല. അങ്ങനെയൊക്കെയാണ് എൻ്റെ മീൻകറി. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു മീൻകറി തന്നെയാണ്, നമ്മുടെ നാടൻ രീതിയിലുള്ള മീൻകറിയാണ്. അപ്പോൾ മീൻ കറിയും കൈയോടെ തന്നെ ഫ്രൈക്കും എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പണി കഴിഞ്ഞു. പിന്നെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വരിക്കുട്ടി കൂടെ തന്നെ ഉണ്ട് കേട്ടോ. സാധാരണ ഞാനിങ്ങനെ തക്കാളി പേസ്റ്റ് ചെയ്തിട്ടാണ് വെക്കുക എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. മീൻകറി ഞാൻ തക്കാളി പേസ്റ്റ് ചെയ്തിട്ടാണ് വെക്കുകയെന്ന്, അതായത് പിള്ളേർക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട്. അപ്പം ഇന്ന് ഞാൻ എന്ത് ചെയ്തു, തക്കാളി പേസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ മസാലകളും കൂടെ ഒന്ന് വെള്ളമൊഴിച്ച് അരച്ചെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അടി പിടിക്കണമൊന്നുമില്ല കറിയിൽ, ഗ്യാസ് കമ്മിയാക്കി വെക്കുന്നത് കൊണ്ട്. എന്നാലും ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പേസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും പിന്നെ ഉലുവ ഞാൻ വറുത്ത് പൊടിച്ച് വെച്ചതാണ്. അങ്ങനെ അതും കൂടെ ഇട്ടിട്ടാണ് നല്ലോണം ഈ തക്കാളിയുടെ വെള്ളത്തിൽ തന്നെ ഒന്ന് അരച്ചെടുക്കുക കേട്ടോ. നല്ല സ്മൂത്ത് ബാറ്ററാക്കിയിട്ട് നല്ല സ്മൂത്തായിട്ട് പേസ്റ്റായിട്ട് നല്ല അടിപൊളിയായി വന്നിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ പൊടികൾ തന്നെയല്ലേ, അല്ലാതെ പണ്ടത്തെ പോലെ അമ്മിക്കല്ലിയിൽ അരച്ച് കഷ്ടപ്പെടുന്നതല്ലല്ലോ, ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്ത് കൊടുത്തതാണ് തക്കാളിയുടെ കൂടെ. എന്നിട്ട് അതെല്ലാം മിക്സിയുടെ ജാറൊക്കെ കഴുകിയ വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. അതാകുമ്പോൾ കരിയില്ല, നന്നായിട്ട് വരികയും ചെയ്യും. പിന്നെ വാളംപുളി തന്നെയാണ് എപ്പോഴും പോലെ വാളംപുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, കുറച്ചൊന്ന് കുതിർന്ന് കിട്ടാനായിട്ട്. മീനും ഫ്രൈ ആയിട്ടുണ്ട്. അധികം എണ്ണയില്ല, ഈ ദോശക്കല്ല് പോലത്തെ ഇതിലാവുമ്പോൾ അധികം എണ്ണയില്ലാതെ തന്നെ മീൻ വറുത്തെടുക്കാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പം അങ്ങനെ തന്നെ അതിൽ തന്നെ മൂടി വെച്ചതാണ്. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ആ ദോശക്കല്ലിൽ തന്നെ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. കൈയോടെ മീൻ കറിയും റെഡിയാണ്. നല്ല അടിപൊളി അയല മീൻ കറിയാണ്, പാലക്കാടുകാരുടെ സ്വന്തം. പിന്നെ ഏട്ടൻ്റെ അമ്മയുടെ അമ്മ വന്നിട്ടുണ്ട്. അപ്പോൾ അമ്മമ്മ അവിടെ ഉള്ളത് കൊണ്ട് തറവാട്ടിലേക്കൊന്ന് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ്. അപ്പോൾ കാര്യമായിട്ട് വീഡിയോയിലൊന്നുമില്ല. അമ്മമ്മ അവിടെ കാണാൻ പോകുന്നുണ്ട്. അവിടെ പോകുമ്പോൾ പ്രസാദ് കുറച്ച് ചീര കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അവൻ്റെ ഓണറിൻ്റെ അവിടെ നിന്ന്. അപ്പോൾ അത് കട്ട് ചെയ്യാൻ പ്രസാദും മഞ്ജുവും കൂടെ ഇരിക്കുകയാണ്. അപ്പോൾ ചെറുത് പഠിക്കാനിരിക്കുന്നത്. അപ്പോൾ അച്ചു എന്നെ വീഡിയോ എടുക്കുക പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ പോയി കുറച്ച് നേരം അവിടെ പോയി ഇരുന്ന് വന്നിട്ടാണ് പിന്നെ ഞങ്ങൾ വന്ന് ലഞ്ച് കഴിക്കുന്നത്. അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ.